മുസ്ലിം ലീഗിൽ ഒരാൾക്ക് ഒരു പദവി കർശനമായി നടപ്പാക്കാൻ തീരുമാനം. പാർലമെന്ററി രംഗത്തുള്ളവർ സംഘടനാ ഭാരവാഹിത്വം ഒഴിയണമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ, വി ഗഫൂർ എന്നിവർ സംഘടനാ പദവി ഒഴിയേണ്ടി വരും. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, പാർലമെന്ററി പദവികൾ വഹിക്കുന്നവർക്ക് ഒറ്റ പദവി, ബാക്കിയുള്ളവർ സംഘടനാ രംഗത്തേക്ക് വരട്ടെ എന്ന് തീരുമാനമെടുക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഇളവ് പ്രതീക്ഷിക്കാമോ? മറ്റെന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് കർശനമായി പോകുന്നുണ്ട് ലീഗ്? പ്രതീക്ഷയും ഒറ്റപ്പദവി എന്നുള്ളൊരു തീരുമാനം മുസ്ലിം ലീഗ് നേരത്തെ തന്നെ എടുത്തതാണ്. പക്ഷേ അത് തദ്ദേശ സ്ഥാപനങ്ങളിലായിരുന്നു കൂടുതൽ ബാധകമാക്കിയിരുന്നത്. പ്രത്യേകിച്ചും ഭരണം ഒന്നും കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ തരത്തിൽ മുകൾ തട്ടിലേക്ക് അത് കാര്യമായി വന്നിരുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഭരണം കിട്ടിയ സാഹചര്യത്തിലാണ് ഇത് കർശനമായി നടപ്പാക്കാൻ മുകൾ തട്ടിലും, അതായത് നേതൃതലത്തിലുള്ള ആളുകൾക്കിടയിലും ഇത് കർശനമായി നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗത്തിൽ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഇക്കാര്യം കർശനമായി ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ സ്ഥാനം ഒഴിയണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ മന്ത്രിമാരായ പ്രധാനപ്പെട്ട 4 മന്ത്രിമാർക്കും പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം ഇരട്ട പദവികൾ വഹിക്കുന്നതാണ്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതിൽ ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് 2 പദവികൾ ഒരേ സമയം വഹിക്കാൻ കഴിയും. മറ്റുള്ളവരെല്ലാം കെ എം ഷാജിയും എൻ ഷംസുദ്ദീനും ഒക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് വി ഗഫൂർ. ഇവർക്കെല്ലാം ഇപ്പോൾ സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ പെട്ടെന്ന് തന്നെ, അധികം വൈകാതെ തന്നെ സ്ഥാനം ഒഴിയണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മന്ത്രിമാർ മാത്രമല്ല, MLA മാർ ഉൾപ്പെടെയുള്ളവർ, പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള പി കെ നവാസ് കഴിഞ്ഞ ദിവസം MSF സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ബാക്കിയുള്ളവരും TP അഷ്റഫ് അലി, ഫാത്തിമ തഹ്ലിയ, പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ളവർ ഇവരെല്ലാം യൂത്ത് ലീഗിന്റെ ഭാരവാഹിത്വത്തിലുള്ള ആളുകളാണ്. അവരും അധികം വൈകാതെ തന്നെ ഉടൻ തന്നെ ഈ സ്ഥാനം ഒഴിയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം ലീഗിനകത്ത് പ്രത്യേകിച്ചും ഭരണം വന്നതോടുകൂടി അക്കമഡേഷൻ വലിയൊരു പ്രശ്നമായി നിൽക്കുകയാണ്. അതായത് ഭരണത്തിലുള്ളവരും പാർലമെന്ററി അധികാരത്തിലുള്ള ആളുകളും ഒപ്പം തന്നെ സംഘടനാ ഭാരവാഹിത്വത്തിലുള്ള ആളുകളും ഒരേ ആളുകളാണ്. മറ്റു പലരും സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ പുറത്തു നിൽക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമൊക്കെ ശക്തമായി ഉയരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇക്കാര്യത്തിൽ കർശനമായൊരു നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ലീഗിൽ ഒരു പദവി എന്ന നിലയിലേക്ക് വരുമ്പോൾ ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. കർശന നടപടിയിലേക്ക് തന്നെയാണ് നേതൃത്വം പോകുന്നത്.